ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷനിൽ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും പെൻഷനിൽ ഉണ്ടാകുന്ന വർധനവ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണല്ലോ. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ശമ്പള കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും എത്ര വർധനവുണ്ടാകുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് 23 ജനുവരി 2026 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിന്റെ ഹെഡിങ് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ, നബാർഡ്, RBI ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വേതന പെൻഷൻ പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം സംബന്ധിച്ച്. സാമ്പത്തിക മേഖലയിലെ പെൻഷൻകാരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി സ്വീകരിച്ച നിരവധി നടപടികളുടെ ഭാഗമായി പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ് എന്നിവയിലെ ജീവനക്കാരുടെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വേതന പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI, നബാർഡ് എന്നിവിടങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണത്തിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പെൻഷൻകാരുടെ സുദീർഘവും സമർപ്പിതവുമായ പ്രൊഫഷണൽ സേവനത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ നിരന്തര പ്രതിബദ്ധതയും ഊന്നലും ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നു. പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ വേതന പരിഷ്കരണം. പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെ ജീവനക്കാരുടെ വേതന പരിഷ്കരണത്തിൽ 1 ഓഗസ്റ്റ് 2022 മുതൽ പ്രാബല്യമുണ്ടാകും. നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിലും ക്ഷാമബത്തയിലും 14% വർധനവ് അനുവദിക്കുന്നതോടെ മൊത്തത്തിൽ 12.41% വർധനവാണ് ഉണ്ടാകുക. ആകെ 43,247 ജീവനക്കാർക്ക് ഈ പരിഷ്കരണത്തിന്റെ ഗുണം ലഭിക്കും. കൂടാതെ 1 ഏപ്രിൽ 2010 ശേഷം സേവനത്തിൽ പ്രവേശിച്ച ജീവനക്കാരുടെ ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള സർക്കാർ സംഭാവന 10% നിന്നും 14% ഉയർത്തുന്നതും പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി പെൻഷൻ പരിഷ്കരണം. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30% ഏകീകൃത നിരക്കിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കും. സാമ്പത്തിക ബാധ്യത. ഈ പരിഷ്കരണങ്ങളുടെ ഭാഗമായി മൊത്തം ചിലവ് 8,170.30 കോടി രൂപയായിരിക്കും. ഇതിൽ വേതന പരിഷ്കരണ കുടിശ്ശികയായി 5,822.68 കോടി രൂപയും ദേശീയ പെൻഷൻ പദ്ധതി സംഭാവനയായ 250.15 കോടി രൂപയും ഫാമിലി പെൻഷൻ പരിഷ്കരണത്തിനായി നീക്കിവെച്ച 2,097.47 കോടി രൂപയും ഉൾപ്പെടുന്നു. നബാർഡ് ശമ്പള പരിഷ്കരണം. 2022 നവംബർ 1 മുതൽ പ്രാബല്യത്തോടെയുള്ള ഈ ശമ്പള വർധനവ് മുഖേന നബാർഡിലെ ഗ്രൂപ്പ് A-B-C ജീവനക്കാർക്ക് ഏകദേശം 20% നേട്ടം. നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവരും മുൻ ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 3,800 പേർക്ക് ഈ പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കും. പെൻഷൻ പരിഷ്കരണം. 2017 നവംബർ 1 മുൻപ് നബാർഡിൽ നേരിട്ട് നിയമിതരായി സേവനത്തിൽ പ്രവേശിച്ച അതിനുശേഷം വിരമിച്ച നബാർഡ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും അടിസ്ഥാന പെൻഷൻ, കുടുംബ പെൻഷൻ മുൻ RBI നബാർഡ് പെൻഷൻകാരുടെ പെൻഷനുമായി ഏകീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത. ശമ്പള പരിഷ്കരണം മൂലം ഏകദേശം 170 കോടി രൂപയുടെ അധിക വാർഷിക ബാധ്യത വരും. മൊത്തം കുടിശ്ശിക ഇനത്തിൽ ഏകദേശം 510 കോടി രൂപ നൽകും. അതേസമയം പെൻഷൻ പരിഷ്കരണം മൂലം നബാർഡിലെ 269 പെൻഷൻകാർക്കും 457 കുടുംബ പെൻഷൻകാർക്കും 50.82 കോടി രൂപയുടെ ഒറ്റത്തവണ കുടിശ്ശികയും പ്രതിമാസം 3.55 കോടി രൂപയുടെ പെൻഷൻ അധിക ബാധ്യതയും ഉണ്ടാകും. RBI
പെൻഷൻ പരിഷ്കരണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷനും കുടുംബ പെൻഷനും പരിഷ്കരിക്കാൻ സർക്കാർ അംഗീകാരം നൽകി. മുതിർന്ന പൗരന്മാർക്കും അവരുടെ ആശ്രിതർക്കും ന്യായമായ, മതിയായ, സുസ്ഥിരമായ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ദൃഢമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇത്. അംഗീകരിക്കപ്പെട്ട പരിഷ്കരണ പ്രകാരം 2022 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ അടിസ്ഥാന പെൻഷനും ക്ഷാമബത്തയും ചേർത്ത് പെൻഷനും കുടുംബ പെൻഷനും 10% വർദ്ധിപ്പിക്കും. ഈ പരിഷ്കരണം എല്ലാ വിരമിച്ച ജീവനക്കാർക്കും അടിസ്ഥാന പെൻഷനിൽ 1.43 മടങ്ങ് വർധനവുണ്ടാക്കുന്നു. അതിലൂടെ പ്രതിമാസ പെൻഷനിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും. 22,580 പെൻഷൻകാരും 8,189 കുടുംബ പെൻഷൻകാരും ഉൾപ്പെടെ മൊത്തം 30,769 ഗുണഭോക്താക്കൾക്ക് പരിഷ്കരണത്തിന്റെ ഗുണം ലഭിക്കും. സാമ്പത്തിക ബാധ്യത. മൊത്തം സാമ്പത്തിക ബാധ്യത 2,696.82 കോടിയായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ കുടിശ്ശിക ഇനത്തിൽ 2,485.02 കോടിയുടെ ഒറ്റത്തവണ ചെലവും 211.80 കോടിയുടെ ആവർത്തിച്ചുള്ള വാർഷിക ചെലവും ഉൾപ്പെടുന്നു. മേൽപ്പറഞ്ഞ നടപടികളിലൂടെ ഏകദേശം 46,322 ജീവനക്കാർക്കും 23,570 പെൻഷൻകാർക്കും 23,260 കുടുംബ പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും. വിരമിക്കലിന് ശേഷം മാന്യമായ ജീവിത നിലവാരവും സാമൂഹിക പദവിയും നിലനിർത്തിക്കൊണ്ട് ജീവിത ചെലവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം സുസ്ഥിരമായ വരുമാനം ലഭ്യമാക്കുന്നതിലൂടെ പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെയും നബാർഡിലെയും ജീവനക്കാർക്കും RBIയിലെയും നബാർഡിലെയും പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ഈ നടപടി വലിയ ആശ്വാസം പകരും. രാജ്യത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നടപടികൾ തെളിയിക്കുന്നു. ഇതാണ് പ്രസ് റിലീസിന്റെ ഉള്ളടക്കം. ഇതനുസരിച്ച് 14% മുതൽ 30% വരെ വർധനവ് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ശമ്പള കമ്മീഷനിൽ വർധനവ് ഉണ്ടായാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകാനാണ് സാധ്യത? 14% വർധനവ് ലഭിച്ചാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.82, അതായത് പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ വർധനവിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.82 ആണ് ലഭിക്കുക. അതേപോലെ മാക്സിമം വർധനവായ 30% അടിസ്ഥാനത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.08 ആണ്. ഇതനുസരിച്ച് നമ്മുടെ പെൻഷനിലെ വർധനവ് അറിയാൻ ഇപ്പോൾ ലഭിക്കുന്ന ബേസിക് പെൻഷനെ 1.82 കൊണ്ട് ഗുണിച്ചാൽ മിനിമം വർധനവ് അനുസരിച്ചുള്ള പെൻഷനും 2.08 കൊണ്ട് ഗുണിച്ചാൽ മാക്സിമം വർധനവ് അനുസരിച്ചുള്ള പെൻഷനും ലഭിക്കും. 8ാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.82നും 2.08നും ഇടയിൽ ആകാനാണ് സാധ്യത. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിൽ 8ാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെന്റ് ഫാക്ടർ സംബന്ധിച്ച് നമ്മൾ 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള കാൽക്കുലേഷനിൽ ചെയ്ത വീഡിയോയിലും നമുക്ക് ലഭിച്ച ഫിറ്റ്മെന്റ് ഫാക്ടർ 1.92 ആയിരുന്നു. ഈ പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻപ് ചെയ്ത കാൽക്കുലേഷൻ വളരെ കൃത്യമാണ്. അതായത് കുറഞ്ഞത് 1.92 എങ്കിലും ഫിറ്റ്മെന്റ് ഫാക്ടർ ലഭിക്കാനാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.